ചാലക്കുടി പൂലാനി ദേവമായ സന്നിധി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രം മലയസുന്ദരി കൂളിവാക വളർത്തിയ പാർവതി പരമേശ്വര പുത്രൻ പൊന്നോമന പൊന്നുണ്ണി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ കൽപ്പനയും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളും നിങ്ങളിലേക്ക്. ശിവശങ്കര പാർവതി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ചാലക്കുടി പൂലാനി ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ ശാക്തീയ പൂജയിൽ പങ്കാളിയാകൂ. വ്യാപാര പുരോഗതി, ശത്രുദോഷം, വിവാഹ തടസ്സം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം. കൂടുതൽ വിവരങ്ങൾക്ക് 9817954345 ശിവശങ്കര പാർവതി രമണാനിധനെ നമോ നമോ. അത് കഴിഞ്ഞ് എന്നെ സങ്കല്പിച്ചപ്പോ എനിക്ക് വണ്ടി വെള്ളി ഒഴിഞ്ഞ് മാറ്റിയിട്ടപ്പോ ആ ഉണ്ണി സന്താനത്തിന്റെ അവലാദിന്റെ അവലാദി ഞാൻ തൃപ്തിപ്പെടുത്തു. അതാണ് കാര്യം. എന്താ വേണ്ടേ? ഞാൻ ഉണ്ണിനെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. അത് ഉണ്ണിയോട് പറഞ്ഞേക്ക. ഞാൻ രക്ഷിക്കാനാ വന്നിട്ടുള്ളൂ, ശിക്ഷിക്കാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്ക. എന്നെ വിളിച്ച് ആ ഉണ്ണി സന്താനത്തിന്റെ ശിരസ് തൊട്ട് സങ്കല്പിച്ച് ശരീരം മുഴിഞ്ഞ് എനിക്കായിട്ട് വെള്ളി സമർപ്പിച്ച് എന്റെ ഇല്ലം മനക്കോലായിരിക്ക് മാറ്റിവെച്ചപ്പോ ഉണ്ണി സന്താനത്തിന്റെ വേവലാതി ഞാൻ തീർത്തു കൊടുത്തു. അത്രേ ഉള്ളൂ കാര്യം. വൈക്കത്ത് ഞങ്ങളുടെ പൂർവികര് കുറച്ച് പേര് വസൂരി വായിച്ച് മരിച്ചിട്ടുണ്ട്. അവിടെ വല്ല ആരെങ്കിലും തെറ്റിദ്ധരിച്ച് നിൽക്കണുണ്ടോ സ്വാമി വൈക്കത്ത്? അത് ഉണ്ണി നോക്കേണ്ട കാര്യമില്ല. ഉണ്ണി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കുറെ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ണിയെ കൊണ്ട് പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞത് ഉണ്ണിയെ കൊണ്ട് പറ്റുമെന്ന്. അപ്പൊ ഉണ്ണി അതിനെ ചിന്തിക്കേണ്ട. ഉണ്ണി സന്താനത്തിന്റെ ഇല്ലം മനക്കോലായിരിക്ക് വരുന്നതായ ദോഷാംശങ്ങൾക്ക് 4 പ്രതിവിധി ഉണ്ടാക്കി തന്നിരിക്കാം. മനസ്സിലാവണ്ട? ആ മാതാവിന്റെ പേരിലും ഉണ്ണിയുടെ പേരിലും 5 കർമ്മം പ്രവർത്തിച്ച് എന്റെ ഒരു ചിത്രം അവിടെ വെച്ച് 2 നേരം ദീപം തെളിയിച്ച് ആവലാതി എന്നോട് പറഞ്ഞേക്കാം. അപ്പൊ ഞാനത് പൂർത്തീകരിക്കുന്ന മീതി കാര്യങ്ങള് ഉണ്ണിയത് ചികിത്സ ചെയ്യാൻ പോയ കുറെ നിര്യാണം വന്നു പോയിട്ടുള്ളതായ ഉണ്ണിസന്താനങ്ങളെ പ്രേതാത്മാക്കളേക്ക് ആവാഹനം ചെയ്തും അതുപോലെ തന്നെ കുലാധാരമായിട്ട് വെച്ചാരാധിച്ചിരിക്കുന്ന ആ മച്ചിലകത്ത ഭഗവതി സങ്കല്പത്തിലെ ഭുവനേശ്വരിയും അതുപോലെ തന്നെ വൈദ്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടുപോയ കരുക്കളൊക്കെ കർമ്മങ്ങൾ ചെയ്ത് പ്രതിഫലിപ്പിച്ച് പൂർണ്ണസ്ഥിതിയിൽ വരുത്തേണ്ടി വരും. അത് ഉണ്ണിക്ക് പറ്റൂ. അപ്പൊ അതിനെ ഞാനും പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞു. അത് എടുക്കാനും പോണ്ട, വെച്ചത് എടുക്കാൻ പോണ്ട, ആ ഇല്ലത്തേക്ക് ഇട്ട് പൂവും പോണ്ട. മനസ്സിലായില്ല? നീ പോണ്ടെന്നല്ല പറഞ്ഞ. ആ ഒരു കാര്യത്തിന് നീ ഇറങ്ങിത്തിരിക്കണ്ട എന്നാ ഞാൻ പറഞ്ഞതിന്റെ കാര്യം. പൂർവികന്മാരായിട്ട് വെച്ച ആരാധനത്തിലൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് നിന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞ് നീ അതിലേക്ക് തുനിയണ്ടാന്ന്. അപ്പൊ ആയുധ സംബന്ധമായിട്ട് നിര്യാണം വന്നു പോയിട്ടുള്ള ചില ആത്മാക്കൾക്ക് ഇപ്പോഴും അതിൻ്റെതായ പൂർവ്വസ്ഥിതി വരാതെ കണ്ട് അവരലഞ്ഞു നടക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ ആവാഹനം ചെയ്ത് നല്ല കർമ്മയെ കൊണ്ട് 3-4 ദിനം അതിൻ്റെതായ കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ച് ആ പ്രതിമയിലേക്ക് ആവാഹിച്ച് കൊടുക്കേണ്ട ഇല്ലം മനക്കോലായിരിക്കും കൊടുക്കണമെങ്കിൽ നിനക്ക് അതിന് വെള്ളിയുണ്ടെങ്കിൽ നീ തുനിയ.
നക്ഷത്രം പറഞ്ഞ മാതാവിന്റെ അറിയോ? സ്വാമി പൂരാടം ആണെന്ന് പറയുന്നത് അതാണെങ്കിൽ സമയം നല്ലതാ. നിന്റെയോ? കിട്ടാതെ ഇപ്പോൾ നിന്റെ സമയം നല്ലതാ. വ്യാഴം 11 വന്നിട്ടുണ്ട്. സമയം നല്ലതാ. അപ്പൊ ഞാനായിട്ടൊന്ന് കാത്ത് പരിഭക്ഷിച്ച് നിന്നെ ഒരു നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരാം. ഞാനായിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ. കുലം ഗോത്രം നോക്കിയിട്ടല്ല ഞാനിവിടെ രക്ഷിക്കാന്ന് പറയാം. ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഏത് നീറ്റിലും ഏത് കയത്തിലും പോയാൽ എൻ്റെ ആ പോത്താങ്കോല് കൊണ്ട് ഞാനൊന്ന് തൊട്ടാൽ ആ ഉണ്ണിക്ക് വരുന്ന എന്ത് ആപത്തുണ്ടെങ്കിലും അത് ഞാൻ സ്വയം ഏറ്റെടുത്ത് എൻ്റെ അച്ഛനിലേക്കും മാതാവിലേക്കും സമർപ്പിച്ച് ആ ഉണ്ണി സന്താനത്തിന് ഞാൻ പരിരക്ഷിച്ചു കൊള്ളാം എന്നൊരു സത്യത്തിൽ ആ ഭൂമി മലയാള മണ്ണില് ഞാൻ ഏതില്ല മലക്കോലായാലും കുത്തിരിക്കലുള്ള ഉണ്ണിയെ അപ്പോ നിന്നെ ഞാൻ കാത്തേക്കാം, പരിരക്ഷിച്ചേക്കാം. അതാ എനിക്ക് പറയേണ്ടുള്ളൂ. നിന്റെ ഇല്ലം മനക്കോലായി ഞാൻ കാത്തേക്കാം. നീതി വരുന്നതായ ദോഷങ്ങൾക്കൊക്കെ ഞാൻ സ്വയം എന്നിലേക്ക് ആവാഹിച്ചെടുത്ത് നിനക്ക് പറ്റാതെ കണ്ടും നിന്റെ ഇല്ലത്തിന് പറ്റാതെ കണ്ടും ഞാൻ നോക്കിയേക്കാം. അതിനുറപ്പ് വെച്ചോ. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചിത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ചെമ്പൂലത്തകട പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ല? നിന്റെ കുലാചാരത്തിലല്ല കൂടുതൽ നിശ്ചയം, എന്റെ കുലാചാരത്തിലല്ല. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. നിന്റെ കുലാചാരത്തിലല്ല, നീ ആ മുട്ടിമേൽ നിന്നുള്ള കർമ്മത്തിലല്ല നിനക്ക് കൂടുതൽ ഇഷ്ടം, എന്റെ കർമ്മത്തിലല്ലേ. അപ്പൊ നീ എന്നെ നോക്കി വന്നത്. അതെന്നെ പറഞ്ഞു. നീ എന്നെ നോക്കി എന്റെ ഉടപ്പുറന്നോള് കാളിയെ നോക്കി വന്നതല്ലേ, ശരിയല്ലേ? അതല്ല നിന്റെ മുട്ടിമേൽ നിന്ന് ആ ആണിയടിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ കരുവിനല്ലല്ലോ നിനക്കിഷ്ടം. നിനക്ക് എന്നല്ലേ നിനക്ക് എന്നല്ലേ ഇഷ്ടം എന്ന് ചോദിച്ചുള്ളൂ. അതിന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനേക്കാളും കൂടുതൽ പരിരക്ഷയായിട്ട് അവിടെയൊക്കെ പോയിട്ട് അതെല്ലാം തിരിഞ്ഞു മറിഞ്ഞ് അവസാനല്ലേ എന്റെ കാൽക്കൽ വന്ന നീയെ ആ മാതാവിന് വന്ന് അനർത്ഥം വന്നപ്പോ അതിൻ്റെതായ വെള്ള വസ്ത്രട്ട് ആ കരിക്കള്ളത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലേ? എന്നിട്ട് പറ്റിയില്ല. അവസാനല്ല നീ എന്നെ പിടിച്ച്. അപ്പൊ ഞാൻ അവസാനമായാലും ശരി ആദ്യമായാലും ശരി കുലം ഗോത്രം നോക്കാതെ കണ്ട് അവർ ചെയ്ത കർമ്മങ്ങൾ നോക്കാതെ കണ്ട് എന്റെ ഉണ്ണിയാണെന്നും പറഞ്ഞ് എന്റെ അച്ഛൻ പറഞ്ഞ സമയം വരെ ഈ മണ്ണിലെ ഏത് ഉണ്ണികളും നിൽക്കണം എന്നൊരു നിശ്ചയമുള്ളത് കൊണ്ട് ഞാൻ ആ ഉണ്ണിയെ കാത്ത് പരിരക്ഷിച്ചില്ലേ, കുലം നോക്കിയിട്ടല്ലോ. അപ്പൊ ഞാൻ നിന്റെ ഇല്ലത്തിരിക്കാൻ എനിക്കൊരു ഇഷ്ടമുണ്ട്. അത് മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇരിക്കാൻ ഇഷ്ടമുണ്ട്. അത് നീയൊരു കൂടപ്പിറപ്പ് പറഞ്ഞിട്ടായാലും ശരി, ആര് പറഞ്ഞിട്ടായാലും എന്നെ വേണമെന്ന് തോന്നി ഞാൻ നിന്റെ ഇല്ലത്ത് വന്നു. അതെങ്ങനെയാ? എന്നെ കാണണം, എന്നെ വേണമെന്ന് മോഹിച്ചാൽ ആ തത്സമയം ഞാൻ ഏതില്ലത്തായാലും ഏത് നടുകൊണ്ട പാതിരിക്കായാലും ഏത് മൂന്നും കൂടിയ മുക്കോലപ്പെരുവിലായാലും കുടിലായാലും ശരി കൊട്ടാരമായാലും ശരി ഞാൻ അവിടെ വന്ന് കാര്യം പ്രവർത്തിക്കും. അങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് നിന്റെ ഇല്ലത്ത് ഞാൻ വന്നു. ഈ നേരം വരെ നിന്റെ ഇല്ലത്ത് ഞാനുണ്ട്. വഴി തെറ്റിപ്പോവാണ്ട് നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നില്ലേ? ഇല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ രണ്ട് വേറെ പേരിലും മയ്യഞ്ച് കർമ്മം പ്രവർത്തിക്കാം. കർമ്മം കഴിഞ്ഞൊരു ചെമ്പോലത്തുകൾ കൊണ്ടിപ്പോ നീ തങ്ങിപ്പാർക്കുന്ന ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നുള്ളു മണ്ണ് ആ മാതാവിന് ഒഴിഞ്ഞ് നീ കൊണ്ടുപോലെ. നിനക്ക് ദിനം 2 നേരം വെള്ളിനിക്കിട്ട് വെച്ചോ. നിന്റെ ആവശ്യം എന്നോട് പറഞ്ഞു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ നടത്തി തരും. നിനക്ക് എന്നെ എന്ന് വേണ്ട എന്ന് തോന്നുന്നു നിനക്ക് എൻ്റെ ഇല്ലത്ത് വരാം. വേണ്ട എന്നും തോന്നി എനിക്ക്. നിനക്ക് ആരും രക്ഷ കിട്ടി തന്നു? ചോദിച്ചത് തന്നെ. നിന്റെ കയ്യിലെ രക്ഷ കണ്ടിട്ട് ഞാൻ ചോദിച്ചതാ. അല്ല, ഞാൻ രക്ഷ കെട്ടി തന്നേന്ന് മാത്രമേ വെച്ചുള്ളേ. ഏതെല്ലാം സ്ഥലത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലണ്ടാ. അപ്പൊ തന്നെ പറഞ്ഞു ഈ ഇല്ലത്ത് വന്നാലേ എന്റെ പടി കയറി വന്നു കഴിഞ്ഞാൽ ഏത് ദിക്കുന്നവരനെ എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ളതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. അപ്പൊ നിന്റെ അരയിലുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, അതെന്റെ മനസ്സിലുണ്ട്. മറ്റുള്ള ഉണ്ണികൾ കേൾക്കല പറയേണ്ട കാര്യം. ഞാൻ എന്തെന്നാ നിന്നോട് ചോദിച്ചേ? നിനക്ക് രക്ഷ ആരാ കെട്ടിത്തന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
കയ്യിൽ കെട്ടിയത് മറ്റുള്ള ഉണ്ണികൾ കാണില്ലേ? കണ്ടോട്ടെ അപ്പൊ ഇതെന്ത്? ഇത് കാണില്ല, മനസ്സിലായില്ല. ഇത് കണ്ടാലും കുഴപ്പമില്ല. അത് മനസ്സിലായില്ല ഉണ്ണിക്ക് പറഞ്ഞതിന്റെ കാര്യം. മാതാവിനെ ഒരു പിടി വെള്ളി ആ 4 ഭാഗത്ത് മണ്ണും കൂടി ഒഴിഞ്ഞു കൊണ്ടുവന്നേക്കണം. ഞാൻ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ണി. ഞാൻ രക്ഷിച്ചിട്ടുള്ളൂ, ശിക്ഷിച്ചിട്ടില്ല. ഞാൻ ശിക്ഷിക്കാൻ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. അവിടെ പിന്നൊന്നും മുളച്ചു പൊന്തില്ല, മൊത്തം ഞാൻ ഉഴുതുമറച്ചു പോരും. മനസ്സിലായില്ല? ഞാൻ രക്ഷിക്കാന്ന് വെച്ചാൽ അതല്ല പറഞ്ഞ. നീ ഏത് കയത്തിൽ വീണാലും എന്റെ പുടിങ്കോലുണ്ടെങ്കിൽ അത് ഏത് ഉണ്ണികളെയാലും ഞാൻ കയറ്റിക്കൊണ്ടുവരും എന്ന് പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ നിനക്ക്? ഞാൻ നശിപ്പിക്കാൻ ഒരു ഇല്ലത്ത് കയറി കഴിഞ്ഞാൽ ചെറുതിന്ന് ഞാൻ വെട്ടിക്കയറുള്ളൂ. വലുതിരിക്ക് വെട്ടില്ല, വലുത് അവസാനം വെട്ടുള്ളൂ. ചെറുതിന്ന് ഞാൻ മുളച്ചു പൊന്തുന്നതിന്, നാമ്പ് പിടിക്കുന്നതിന് വെട്ടി ഞാൻ മുകളിലേക്ക് കയറും. ഇന്നവരെ ഞാനൊരു ഇല്ലത്തും അങ്ങനെ പ്രവർത്തിക്കാൻ ഇടവന്നിട്ടില്ല. ഇടവന്ന ഇല്ലങ്ങൾക്ക് ഉണ്ണികൾക്ക് അറിയാം. അപ്പൊ ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നിട്ടുള്ളൂ. ഈ നേരം വരെ ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടില്ല. അതല്ല പറഞ്ഞു. മറ്റുള്ള നിന്റേതായ കുലക്കാരെല്ലാ ഇല്ലത്തും പോയിട്ട് വേണ്ടതായിട്ടുള്ള നീരൊക്കെ കൊണ്ട് തെളിച്ചിട്ടും എന്റെ പൂവാനെ മാറിയില്ല. എന്താ കൊടി കെട്ടിയ വെള്ളവസ്ത്രക്കാരൊക്കെ വന്നില്ലേ? അതല്ലേ പറഞ്ഞു. കൊടികെട്ടി മാത്രമേ ഉണ്ടായിരുന്നു, അവർക്ക് കൊടുത്ത അത് തന്നെ ഞാനും പറഞ്ഞല്ലോ. കൊടികെട്ടിയ വെള്ളവസ്ത്രക്കാരൊക്കെ വന്ന് ആ ഒരു രക്ഷ ആ മുദ്ര പതിപ്പിച്ചിട്ടും പോയില്ല, പോവില്ല. അതാണ് ഉണ്ണിയ എന്റെ കളി വിളയാട്ടം. ഒക്കോ ഞാനുണ്ട്. അമ്മ എനിക്കൊന്നും അറിയത്തില്ല. അനിയൻ്റെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അനിയൻ്റെ പറയുന്നു. ആ ഉണ്ണി കുഴപ്പക്കാരനല്ല എന്ന് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല, നല്ല ഉണ്ണിയ. പിന്നെ മിസ്റ്റേക്കിന്റെ തുണ്യ. അതെല്ലാം ഞാൻ പറഞ്ഞേ. ഉണ്ണി വന്നപ്പോഴും ഞാൻ എന്താ പറഞ്ഞേ? അടുത്ത് വരുമ്പോൾ പറയാനോ? അതിന് കാരണം ഞാൻ ഉണ്ടാക്കി തരും. നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അറിവില് അത് കാണിച്ച് തന്നിട്ടാ ഞാൻ അതിന് ഉത്തരം പറയുള്ളൂ. നീ കഴിഞ്ഞ കർമ്മത്തിന് വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞേ? നീ എടുത്ത കർമ്മത്തിന് വാ, ഇതിന്റെ വക്കും മൂലം ഞാൻ തിരിച്ചു തരാം. വള്ളി പുള്ളി തെറ്റാതെ കണ്ട. അപ്പൊ കൂടെ പറഞ്ഞ് ഉന്നോട് പറഞ്ഞു ഇങ്ങനെ. അത് പിതാവിനോട് നേരിട്ട് പറയാൻ ഒരു വിഷമസന്ധി ഉള്ളത് കൊണ്ടാ. തെറ്റിലേക്ക് പോയിട്ടില്ല, അതും പറഞ്ഞു തരാം. ഉണ്ണിക്ക് സമ്മതാണെങ്കിലോ കൈപ്പിടിക്കുള്ളൂ, ഇല്ലെങ്കിൽ ആ ഉണ്ണി തിരിച്ചു പൊക്കോളും. മനസ്സിലായില്ല? എന്താ പറഞ്ഞു? നല്ല ഉണ്ണിയാണ് ഉണ്ണി, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലേ പറഞ്ഞ്. അത് നോക്കിയിട്ട് തന്നെ ആ ഉണ്ണി ആ കളത്തിൽ ഇറങ്ങി കളിക്കാൻ നിന്നിട്ടുള്ളൂ. മനസ്സിലായില്ല? മോശത്തരത്തിന് പോയിട്ടില്ല, അതും പറഞ്ഞു തരാം. എന്താ മോശത്തരത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞ്? ഇന്നത്തെ ചില ഉണ്ണികൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അതിര് വിട്ട് പ്രവർത്തിച്ചിട്ടില്ല. മനസ്സിലായില്ല? ഉണ്ണിയോട് അത് സമയം കാലമാകുമ്പോ പറയാനിരിക്കാ ഉണ്ണി. അപ്പൊ ഉണ്ണി എങ്ങനെയാ അതിന്റെ 2 ഭാഗത്തിൽ ഏത് ഭാഗ ചിന്തിക്കാമെന്നുള്ളൊരു ഭയപ്പാട് ആ ഉണ്ണിക്കുണ്ട്. ഉണ്ണിക്ക് സമ്മതാണെങ്കിൽ മാത്രം 10 പേരെറിഞ്ഞേ കൈപ്പിടിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരു കാര്യത്തിനും ആ ഉണ്ണി നിൽക്കില്ല, വഴിമാറിപ്പോക്കളും. അതും അങ്ങനെ തന്നെ ആ ഉണ്ണിയും പറഞ്ഞേക്കണം. അതായത് ഉണ്ണിയുടെ ഭവനത്തെ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ, ചോദ്യം മനസ്സിലായ, സമ്മതമാണെങ്കിൽ മാത്രമേ വേണ്ടൂ, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇത്ര നേരം കണ്ടു പരിചയപ്പെട്ട് ഇത്രയും കാലം കൊണ്ടു നടന്നു, അത് വെച്ച് തീർന്നോട്ടെ. അങ്ങനെ ആ ഉണ്ണി പറഞ്ഞിട്ടുള്ളൂ. ഇനി ഉണ്ണിക്ക് നിശ്ചയിക്കാം. ഇത്രേ വേണ്ടു. ഉണ്ണി ചോദിച്ചോ വിവരങ്ങളൊക്കെ, ഇന്ന് സന്ധ്യക്ക് ചോദിച്ചോ, വള്ളി പുള്ളി തെറ്റാതെ കണ്ട് പറഞ്ഞു തരും. നല്ലതാ, കൈപ്പിടിച്ചു. വീതി വരുന്നത് ഞാൻ നോക്കിക്കോളാം, ഞാനല്ല കൊണ്ടുവന്ന് തരണേ.
അതല്ല നിനക്ക് അതിന്റെ കാര്യകാരണം ഞാൻ കാണിച്ച ഒരു പിതാവും മാതാവും വന്നിട്ട് മാതാവിന് ചില ഉണ്ണികൾക്കറിയാം, പിതാവിന് അറിഞ്ഞു എന്ന് വരില്ല. നിന്റെ ഉണ്ണിസന്താനത്തിന് ഒരു ഉണ്ണിസന്താനമായിട്ട് സ്നേഹബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റടിക്ക് തീർപ്പ് പറഞ്ഞാൽ നിനക്കത് എന്നോടൊരു ആവലാതിയായിട്ട് വരും. അപ്പൊ അതാണ് ഞാൻ നിന്നോട് പറഞ്ഞ എന്താ കാരണങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അടുത്ത കർമ്മത്തിന് വാ, എന്റെ തിരുമുമ്പിൽ വരുമ്പോ കാണിച്ചു തരാമെന്ന്. കാണിച്ചു തന്നില്ലേ പോരെ? നീ കാര്യം പതിനുണ്ടായിക്കോ, തീർപ്പായിക്കോ, ഞാൻ കൂടെയുണ്ട്. പൈസ തരും ഉണ്ണി. ആ ഉണ്ണി കുഴപ്പക്കാരനുള്ള തരും. അതിന് ഞാൻ വട്ടം വെച്ചിട്ട് കുറച്ച് ദിനമായി. അപ്പൊ ആ ഉണ്ണിക്ക് പേടി വന്നിട്ടുണ്ട്. ഇല്ലാതെ ഉണ്ണിക്ക് ഒരു വഴിക്ക് വന്നിട്ടുണ്ട് വേണ്ടി അത് തീർപ്പാക്കി തരും. അപ്പൊ ഉണ്ണിയുടെ നക്ഷത്രം എന്താ പെൺസന്താനത്തിന്? ചോദിച്ചറിഞ്ഞു, കാര്യങ്ങൾ തീർപ്പാക്കിക്കും. ഉണ്ണിയുടെ നക്ഷത്രം എന്താ? എൻ്റെ അച്ഛന് 7 ദിനം ഒരു കൂവളത്തിന്റെ താരം, ഒരു കുടം കൊണ്ട് നീര്, ശരീരം ഒഴിഞ്ഞൊരു പാത്രം നെയ്യ് കൊണ്ട് കൊടുത്തിട്ട് നീ അതിലിറങ്ങിക്കോ, ഞാൻ വാങ്ങിച്ചു തരാം. അതായത് നിന്റെ നക്ഷത്രം തിരുവാതിര, അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ നക്ഷത്രമല്ലേ. അപ്പൊ അച്ഛൻ്റെ അപ്പുറത്ത് വേറെ ദേവതകളൊന്നുമില്ല. അച്ഛൻ തന്നെ തീർപ്പുണ്ടാക്കണം. അതിന് ഇടയനിലയിൽ നിന്ന് പ്രവർത്തിക്കുന്നതും മുൻതൂക്കം കൊടുക്കുന്ന കരുക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ നീ ഇറങ്ങിക്കോ, അച്ഛനോട് പറഞ്ഞ് എനിക്കിത് വേണം എന്നും പറഞ്ഞിറങ്ങിക്കോ. മായക്കാരൻ, അതായത് നിനക്ക് പിറന്ന മകൻ എനിക്കത് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ അതെനിക്ക് തരണം എന്നും പറഞ്ഞ് നീ ഇറങ്ങിപ്പോന്നു. 7ാമത്തെ ദിനം ഇടവത്തിലെ കാർത്തിക എന്ന് നോക്കുന്നേ. എനിക്കൊരു 3 മധു വേണമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല ഉണ്ണികൾക്ക്. അപ്പൊ ഉണ്ണി 7 ദിനല്ല എന്നോട് പറഞ്ഞു, ഇന്ന് തൊട്ട് 7 ദിനം കുട്ടിക്കോ. അപ്പൊ ശരിയായി. തരാം തരാം പോരെ. ഒരു കറുത്ത ദിനം കാത്തിരുന്നു. ഇനി എന്താ അതെന്താ ചോദ്യം ഉണ്ണി? അങ്ങനെ ഒരു ചോദ്യം എന്നോടില്ല, മനസ്സിലായില്ല. ഞാൻ ഉണ്ണി എൻ്റെ ഇല്ലത്ത് വന്നിട്ട് ഇതൊക്കെ തരപ്പെടുത്തി തന്ന് അതിൻ്റെ അപ്പുറത്തും തരപ്പെടുത്തി തരുന്നു. ഉണ്ണി അതിലേറെ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടത് തരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ മാത്രമേ ആവശ്യപ്പെടുള്ളൂ. ഇത് ഞാൻ എന്താ ആവശ്യപ്പെട്ടത്? നിന്റെ പണിയാളർ ആ ദേശത്ത് വരുമ്പോൾ ആ ദേശത്തെ ഉണ്ണികൾ ഉപയോഗിക്കുന്നതായ മധു. എനിക്ക് മധു ഇല്ലാണ്ടല്ല, എൻ്റെ മധു ഇതല്ല, എൻ്റെ മധു ചെത്തിറങ്ങുന്ന മധു. പക്ഷെ അത് വേണമെന്ന് പറഞ്ഞത് ആ ഉണ്ണിയുടെ കൈ കൊണ്ട് എനിക്കത് കിട്ടണം, അതുകൊണ്ട് പറഞ്ഞതാ. അതെൻ്റെ ഒരു മോഹ. അപ്പൊ ഇറങ്ങിക്കോളാൻ പറയും. ചിത്രം കൊണ്ടുവന്നിട്ടുണ്ടാ? ഒന്ന് കൊണ്ടുവരും, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാ, തീർപ്പുണ്ടാക്കി തരാം. ഭവനത്തിലുണ്ടാ? ഭവനത്തിലുണ്ടാ ഉണ്ണി? ഒരു സ്ത്രീ പ്രതിമ അതിനൊന്ന് തൊടിയിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാനാ? കാണരുത്. ആ ഉണ്ണിക്ക് വേപ്പലക്കാരിയോട് ഭയങ്കര പ്രിയ, മനസ്സിലായില്ലേ? വേപ്പലക്കാരി മനസ്സിലായില്ലേ? കാളി. അപ്പൊ അത് കർമ്മം കഴിഞ്ഞിട്ട് എന്റെ ഉടപ്പുറന്നുള്ള കോഴിക്കല്ലിന്റെ അടിയിൽ നിക്ഷേപിക്കാനാ. അതും വേപ്പലക്കാരിയും കാളിയും ഇതും കാളിയും. എന്റെ കാളിയുടെ അപ്പുറത്തുള്ള ഒരു കാളിയില്ല, അത് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടാ, മനസ്സിലായില്ലേ? ഒന്ന് തൊടിയിച്ചു കൊണ്ടുവരെ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ ചിത്രം കൂടി കൊണ്ടുപോകാം.
നിർത്തിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും തുടങ്ങി. തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി കൊടുക്കും. ഇത് വലിയ വയറാണ് വരിക. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ഒരു കുഴപ്പം കൂടി ഉണ്ട്. ചങ്ങാതിമാർ കൂടുതലുണ്ടാവും നീ. ഇതാണ് കുഴപ്പം. അതന്നെ പറയാം, ചങ്ങാതിമാർ കൂടുതലുണ്ട്. അതെ കുഴപ്പമില്ല. പിന്നെ നക്ഷത്രം കൊണ്ട് ഇത്തിരി സമയമോശമുണ്ട്. കാര്യതടസ്സം വരിക, വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഉണ്ണി ചെന്നപ്പെടുക, വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക. അതുകൂടാതെ കണ്ട് മതിമറന്ന് നടക്കുക. മതിമറന്ന് നടക്കാന്ന് എങ്ങനെയാ? മതിമറന്ന് നടക്കാനുള്ള ഈ ഒരു വസ്തു. അപ്പം മതിമറന്ന് നടക്കുക, അതായത് ഇന്നത്തെ കാര്യത്തെ കഴിഞ്ഞു, നാളത്തെ നാളെ ചിന്ത. തീർപ്പുണ്ടാക്കി തരാം. സമയം മാറിയിട്ടുണ്ട്. അത് തീർപ്പുണ്ടാക്കി തരും. 2 കറുത്ത ദിനം കഴിയണ്ട, അതിന് മുമ്പ് ഞാൻ തീർപ്പാക്കി തരും. സമയം നല്ലതാ. ആ ദോഷാംശം തീർന്നു. അപ്പോൾ വെള്ളി പ്രസാദിക്കാനുള്ള വഴി. അപ്പോൾ കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാവണം. നഷ്ടപ്പെട്ടു പോയ കർമ്മം തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ അതിലും നല്ല കർമ്മം കിട്ടണം. അപ്പോൾ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. സമയം നല്ല മുന്നോടെല്ലാം ഞാൻ ആ അച്ഛൻ്റെ ആലയത്തിലെ കൂവളത്തിൻ്റെ ഹാരം മഞ്ഞത്തോടു കൂടി അരച്ച് പുരട്ടാൻ പറഞ്ഞ് അതൊന്നും അതുകൊണ്ട് കൊടുത്ത കഴിക്കും. അന്ന് വന്നതല്ലേ ഉള്ളൂ. ഒന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ചെറുത് നോക്കിയിട്ട് ഒരു പൈസ വീട്ടിൽ തരില്ല. ജോലിയുടെ എന്തൊരു ചെയ്യുന്നുണ്ടോ പൈസ 4 വർഷം ജോലി കൊടുത്തു എന്നാണ്. ഒരു വീട്ടിൽ തരുന്നില്ല. വേറെ നക്ഷത്രം നല്ലതാ, സമയം നല്ലതാ. 5 പൈസ വീട്ടിൽ തരുന്നു. എന്ത് ചെയ്യുന്ന മതസേവയിൽ ഇത്രയും വെള്ളി പോകും. അതിന് ജോലിക്ക് മെഡിക്കൽ ജോലി 480 ദിവസം ശമ്പളം ഉള്ള ദിവസമേ ഉള്ളൂ. അറിയത്തില്ല. ഞാൻ ചോദിച്ചത് ആ ചോദ്യത്തിന് 2 ഉത്തരം കിടക്കുന്നുണ്ട്. ഒന്നുണ്ടെങ്കിൽ ഒന്നില്ല. ഞാൻ ചോദിച്ചതാ. അതായത് മധുസേവയിൽ ഇത്രയും വെള്ളി പോകുന്ന പറയുമ്പോൾ മുന്നില്ല പറഞ്ഞ് 4 വർഷക്കാലമായിട്ട് 10 വെള്ളി പോലും ഭവനത്തിലെത്തുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. 10 പൈസ അമ്മേന് പത്ത് തരാൻ എനിക്കാരുമില്ല. അവർക്ക് 33 പൈസ എൻ്റെ കയ്യിൽ 5 പൈസ കൊണ്ട് തരും. എന്നെ പറയും വല്ലപ്പോഴത്തേനും മീനാണ് 10 രൂപയ്ക്ക് വല്ലപ്പോൾ മാസത്തെ മാതാവിനോട് ഉദരം മുഴിഞ്ഞ് ഞാൻ പെറ്റുപൊറ്റി വളർത്തും. ഇന്ന നാമോദം ഇന്ന നക്ഷത്ര ഉണ്ണി സന്താനത്തിന് കർമ്മം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കർമ്മസ്ഥാനത്ത് നിന്ന് ഉണ്ണി സന്താനത്തിന് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് നേർവഴിക്ക് നടത്തി കൂട്ടിക്കെട്ടിത്തരണേന്ന് പറയാം. പിന്നെ മോക്ക് ഡേറ്റ് കഷ്ട വാങ്ങി തന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ആഴ്ച ഉണ്ട്. ആഴ്ചത്തിൽ അഡ്മിറ്റായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരാത്തത്. അവർക്ക് നല്ല റൂമിൽ വെക്കാൻ കൂട്ടിക്കളയും. ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വീടായതില്ല സ്ഥലം വീട്. എന്റെയും ഭർത്താവിന്റെ വധു ഭർത്താവ് ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ് നക്ഷത്രം പറഞ്ഞ് ഊരാറൊന്ന് പറയാൻ അറിയത്തില്ല. രാജേശ്വരി നക്ഷത്രം കൃത്യമായിട്ട് അറിയാൻ വീട്ടിൽ പേര് പറയും. കിഴക്കേ വാറുകൂടാക്കി കിഴക്കേ വാറുകൂടാ ഇത് ഊക്കോൾ എല്ലാവരും ഊക്കോളാണ്. കൊച്ചിക്ക് പറഞ്ഞു
കല്യാണം നടക്കാനെന്ന് പറ. കല്യാണത്തിനൊന്നും പറയണ്ട, അപ്പൊ ചിലപ്പോൾ വാങ്ങില്ല. ജോലിയിൽ പുരോഗതി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ മതി. ഇത് കൊടുക്കാനില്ല. ഇത് പൂവ് അവിടെ വീണിട്ട് അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അച്ഛനെ അവൻ്റെ റൂമിൽ വെച്ചു, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കൊടുത്തു. കർമ്മ മേഖലയ്ക്ക് ഉയർച്ച ഉണ്ടാവാനും കർമ്മം ഭംഗിയായിട്ട് പോവാനായിട്ട് ഞാൻ തന്നതാണെന്ന് പറയും കേട്ടോ. അതിനാണ് ഉണ്ണിക്ക് ഞാൻ ആദ്യം നിന്ന് പുഷ്പം 5 വലത്ത് വെച്ചിട്ട് ഉദരം മുഴുവൻ ഞാൻ പറ്റി വളർത്തിയ എൻ്റെ ഉണ്ണി സന്താനത്തിന് വന്നുള്ള സകല ദോഷങ്ങളും തീർത്ത് ആ ഉണ്ണി സന്താനത്തിനെ പരിരക്ഷിച്ച് കാവലായിട്ട് നിന്ന് നീ നടത്തിക്കൊണ്ടു പോകണം എന്നും പറഞ്ഞ് എൻ്റെ കുച്ചികൽപ്പത്തിലിട്ടു കേട്ടോ. പറഞ്ഞ് കേൾക്കണ്ട, ഒരു കാര്യം പറഞ്ഞാൽ മറുപടി പറഞ്ഞിട്ട് അടുത്ത് പറയാം. ക്ഷേത്രം 5 വട്ടം പ്രദക്ഷിണം വയ്ക്കുക. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മകളുടെ കാര്യം അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഞാൻ 9-10 മാസക്കാലം ഈ പള്ളയിലിട്ട് വളർത്തി കൊണ്ടുപോകുന്ന എൻ്റെ ഉണ്ണി സന്താനത്തിന് ഇത്ര വയസ്സ് കാലത്ത് ഇന്ന ദേശത്തേക്ക് മംഗല്യം കഴിച്ചു കൊടുത്തു. എൻ്റെ ഉണ്ണി സന്താനത്തിന് വന്നിട്ടുള്ളതായ ദശാസംബന്ധമായുള്ള ദോഷങ്ങളായാലും ശരി, മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സങ്കല്പമായിട്ടുള്ള വന്ന ദോഷങ്ങളായാലും ശരി, എല്ലാം തീർത്ത് തരണേ. ഇതൊക്കെ ഞാൻ എൻ്റെ ഉദരം പൊഴിഞ്ഞ് നിന്റെ കുച്ചികൽപ്പത്തിലിടണമെന്നും പറഞ്ഞ് ഞാൻ ഇട്ട് നീ ഇറങ്ങിക്കോ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പിന്നെ അവനുള്ളത് പറയും, അവനുള്ളത് പറയില്ലേ വീട്ടിൽ ഇതിന് പൈസ മോഷണം പോയെന്നാ പറയാം. അപ്പോൾ ഞാൻ അനുഭവം കാണിച്ചു തന്നാ മതിയാ? എത്ര വെള്ളി പോയിട്ടുണ്ട്? 1.5 ലക്ഷം രൂപ ഞാൻ അനുഭവം കാണിച്ചു തന്നാ മതിയാ? അല്ല, അനുഭവം കാണിച്ചു തന്നാ മതി. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരമുള്ളൂ എനിക്ക്. ഞാനാ നിന്റെ വെള്ളി പോയത് ഇന്ന ആളാണെന്ന് നിനക്ക് അനുഭവം കാണിച്ചു തന്നാ മതി നിന്റെ കൺമുമ്പിൽ. എന്റെ കൊച്ചുങ്ങൾക്കൊന്നും വരാൻ പാടില്ല, എന്റെ കൊച്ചുങ്ങൾക്ക് അനുഭവം വരാൻ അപ്പൊ ചേച്ചിക്ക് തന്നെ അറിയാം. ഇടുത്തുണ്ണിക്കല്ലേ വേവലാതി ഉണ്ടാവുള്ളൂ അല്ലേ? നീ വില്ലും വേല ചെയ്ത് വല്ലിക്കൂലിയല്ലേ? നിനക്ക് ആളെ കാണിച്ചു തന്നാ മതിയാ? അനുഭവം കാണിച്ചു തന്നാ മതിയാ? അത് നീ ജന്മം കൊടുത്താലും ശരി എന്തായാലും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ വെള്ളി പോയി എന്ന് എന്നോട് ആവലാതിപ്പെട്ടു, ആ വെള്ളി കിട്ടില്ല. അതൊന്ന്. ഇടുത്ത ഉണ്ണിക്ക് ഞാൻ അനുഭവം ഉണ്ടാക്കി തരാം. 7 ദിവസം 7 കറുത്ത എൻ്റെ ഒരു രാവൊന്ന് കഴിഞ്ഞോട്ടെ, 7 കറുത്ത ദിനം കഴിഞ്ഞോട്ടെ. അതെ, 7 കറുത്ത ദിനം ഞാൻ എൻ്റെ ഇല്ലത്തെ കറുത്തതല്ല, 7 നാള് സന്ധ്യ കഴിഞ്ഞ് പുലർക്കാരെ അങ്ങനെ ഒരു 7 ദിനം അങ്ങോട്ട് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിനാവുമ്പോഴേക്കും ഞാൻ അതിന് അനുഭവം ഉണ്ടാക്കി തരാം. നിന്റെ വെല്ലെടുത്തുണ്ട് പോയ ഉണ്ണി ആരാണെന്നും എന്തിനു കൊണ്ടുപോയതും അതിന് ഞാൻ അതിന് അനുഭവം ഉണ്ടാക്കി തരാം. ആരായിരുന്നാലും ചേച്ചിയുടെ മോനായാലും ശരി, മോളായാലും ശരി, ആരായിരുന്നാലും അത് കൊടുക്കണോ വേണ്ടതെന്ന് സംശയിക്കും. എടുത്ത ആൾക്കല്ല അതിന് വരുള്ളൂ. അപ്പൊ ആ ആളെ ഞാൻ കാണിച്ചു തരാം. അവര് ചെറിയ വീഴ്ച ഞാൻ കാണിച്ചു തരാം, മതിയാ? അപ്പൊ നിനക്ക് ആളെ മനസ്സിലാവും. അപ്പൊ പിന്നെ ആ 1.5 പൊക്കോ എന്ന് നിശ്ചയിച്ചോ നീ? അത് അറിയാനുള്ള ആളെ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞേ. ഒന്ന് വീണ് കാണുമ്പോ കുറച്ചു നേരം ഒരു വേവലാതി വരുമ്പോ നിനക്ക് മനസ്സിലാവും അത് വേണോ ആ 1.5 വെള്ളി പൊക്കോ പോയോ. ഒരു വേവലാതി വന്നു ഔഷധക്കാരന്റെ ഇല്ലത്ത് ചെലവഴിച്ചു വെച്ചാൽ മതി. നീ അത് ആ ഉണ്ണി സന്താനം തന്നെ എടുത്തിട്ട് പോയി. അതിന് ഞാൻ അനുഭവം ഉണ്ടാക്കി തരാം, മനസ്സിലായി? കൂട്ടിട്ട് പൊക്കോ. നിന്റെ ഭവനത്തിനെ കുറിച്ച് പൂർണ്ണമായ ചിത്രം അറിയാത്തൊരു ഉണ്ണിക്ക് അതിനകത്ത് കയറി പറ്റാൻ പറ്റില്ലല്ലോ. അത് കൂടാണ്ട് കയറി അതിനകത്ത് കിടക്കാനുള്ള വഴിയില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞില്ലോ. അപ്പൊ ആ ഔഷധക്കാരന്റെ ഇല്ലത്ത് ആ 1.5 വെള്ളി ചെലവഴിച്ചു നീ വെച്ചോ, അല്ലെങ്കിൽ നീ ഇതിനെ അനുഭവിച്ചോ. ഏതെങ്കിലും അടുത്ത ഉണ്ണിക്ക് ഒരു ചെറിയൊരു വേവലാതി, അത്രേ ഉള്ളൂ. എനിക്കറിയാണ്ടല്ല, ഞാനത് നിന്നോട് പറയാണ്ടല്ലേ. നീ പറഞ്ഞാൽ ഇതാ പറയുള്ളൂ. അത് ഏത് മാതാക്കൾ അങ്ങനെ 9-10 മാസക്കാലം ഉദരത്തിലിട്ട ഏത് ആൺസന്താനായാലും ശരി പെൺസന്താനായാലും ശരി അവരെന്തൊക്കെ പ്രവർത്തിച്ചാലും ആ 9-10 മാസം ഈ പള്ളയിലിട്ട കാര്യം അവർ പറയാം. അങ്ങനെ എൻ്റെ ഉണ്ണികൾക്ക് അവരെന്തൊക്കെ ഞങ്ങളെ ചെയ്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. എൻ്റെ ഉണ്ണികൾക്ക്
ഒന്നും വരരുത്, ഞങ്ങൾക്ക് ഇതല്ലേ സംഭവിച്ചുള്ളൂ. തെരുവിൽ കൊണ്ട് വിട്ടാലും പറയാതാ എൻ്റെ ഉണ്ണികൾ അവർക്കൊന്നും വരരുത് എന്നാ പറയുള്ളൂ. അത് നീ പറഞ്ഞു, അതൊരു മാതാവിന്റെ വാക്കാ. അത് നല്ല മാതാക്കൾ എല്ലാവരും പറയുന്ന വാക്കാ, മനസ്സിലാവണ്ട. അത് നീയും പറഞ്ഞു, അതിന് എനിക്ക് പരിഭവമില്ല. ഞാൻ എന്താ പറഞ്ഞു, ഞാൻ അനുഭവം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് സമ്മതമാണെങ്കിൽ നീ ഇറങ്ങിപ്പോ. അല്ല, ആ വെള്ളി ആ ഉണ്ണിന്റെ അടുത്തെന്ന് നിനക്ക് പറയിപ്പിച്ചു തരാം. അത് വേവലാതി വന്നിട്ടല്ല, അല്ലാതെ കണ്ട് കുറച്ച് ദിനം കൂടി അങ്ങോട്ട് തള്ളിപ്പോക്കോട്ടായി. അത് ചോദ്യം പറയുമ്പോ അത് കഴിഞ്ഞ് മത് സേവിച്ചോ അല്ലാതെ കണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ എടുത്തേന്ന് പറയിപ്പിച്ചു തരാം. മതിയാ, പൊക്കോ. നീ ഇറങ്ങിക്കൊന്നേ. എൻ്റെ അച്ഛൻ്റെ ആലയത്തില് ഇത്തിരി കോളത്തിൻ്റെ കാലം ഉണ്ണിയുടെ ശിരസ് തൊട്ട് ഒഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. ചിത്രം കേട്ടോ. ഞാൻ ഉന്നോട് അന്ന് പറഞ്ഞതല്ലേ, ഇതിനു മുമ്പ് വന്നതല്ലേ? അല്ല, വന്നതല്ലേ, ഇതിനു മുമ്പ് ഉണ്ണി വന്നതല്ലേ? ഈ ഉണ്ണിയാണോ ഇങ്ങോട്ട് കയറി നിൽക്കുക? എന്താ നിന്റെ നിശ്ചയം? ഇവിടെ വെച്ച് പറഞ്ഞേക്കണം. ഇത് കണ്ട, അതിന് മുമ്പ് ഒരു വഴി കയറിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കേട്ടാ. ആ ഉണ്ണിയോട് ഞാൻ തെളിയിച്ചു തരാന്ന് പറഞ്ഞേ. ആ ഉണ്ണി നല്ല നല്ല മംഗല്യ കാര്യങ്ങൾ വരുമ്പോൾ വേണ്ടാന്ന് വെച്ചതാ. അപ്പൊ അതിന് കാര്യകാരണമുണ്ട്. ഞാനത് മുഖത്ത് നോക്കി പറഞ്ഞില്ല. അടുത്ത കർമ്മത്തിന് നീ വരുമ്പോൾ ഞാനതിന് തെളിവുണ്ടാക്കി തരാന്ന് പറഞ്ഞു. ആ ഉണ്ണിക്ക് പിതാവിനോട് പറയാനൊരു മനക്ലേശം. പിതാവിന്റെ കൂടെ പിറന്ന ഉണ്ണിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാനെന്താ പറഞ്ഞിപ്പോ നീ കേട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ വന്ന പല ഉണ്ണികളുടെ കാര്യങ്ങളും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഇതിന്റെ നിന്റെ നിശ്ചയം എന്താ? പറയും. ഇപ്പൊ നിന്റെ പിതാവിന്റെയും മാതാവിന്റെയും കാര്യം പറഞ്ഞു കേട്ടില്ലേ നീ? ആ കുരുക്ക് നിനക്ക് നീ തന്നെ അനുഭവിക്കണം. ഇവരൊന്നും പങ്കുചേർത്താൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇവർക്ക് നിന്നെ പോലുള്ള ഉണ്ണികൾക്ക് ജന്മം നൽകി വിദ്യയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും കൊടുത്ത് അവരൊരു ഇല്ലത്തേക്ക് കൈപ്പിടിച്ചു കൊടുക്കുമ്പോഴാ മാതാവും പിതാവിനും ഒരു സന്തോഷം വരുന്ന കാലം, മനസ്സിലായ? അതനുഭവിക്കണമെങ്കിൽ നീ ഇവരുടെ സ്ഥാനത്ത് വരണം. കുറച്ചു കാലങ്ങൾ കഴിയണം ഉണ്ണിയെ. ഇപ്പൊ അവരുടെ മനസ്സിനകത്തുള്ള നീറ്റല് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ ഇവരുടെ സ്ഥാനത്ത് കുറച്ചു കാലം കഴിയുമ്പോ വരണമെന്നാ ഞാൻ പറഞ്ഞേ. അവര് നിന്നെ നല്ല നിലയ്ക്ക് പറഞ്ഞയക്കാനാ നിശ്ചയം. നീ നിശ്ചയിച്ചു. പറയ, നിനക്ക് എന്താ വേണ്ടേ? അത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചോദ്യം. ഇതറിഞ്ഞിട്ടാ ചോദ്യം. ആ, മനസ്സിലായി. നീ പറഞ്ഞു, കാര്യം പറഞ്ഞു. ഉണ്ണിയെ അത് നല്ലതല്ല.
അത്രേ ഞാൻ പറയണുള്ളൂ. എല്ലാം കൊണ്ടും മനസ്സിലായില്ല, എല്ലാം കൊണ്ടും നല്ലതല്ല. നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു, ഇപ്പൊ നിന്റെ സമയം നല്ലതാ. ഊരാക്കുടുക്കിൽ വീണ്ട സമയം കഴിഞ്ഞാൽ ശനിയുടെ അപകാരം ഉണ്ടായ സമയത്ത് ചെന്ന് വീണതാ. അത് കഴിഞ്ഞ് ഇപ്പൊ വ്യാഴം 11 ബലവാനായിട്ട് മറ്റുള്ള കരുക്കളൊക്കെ ബലവാനായിട്ട് നിൽക്കുന്ന സമയ. നിനക്കിപ്പോ ഒരു പേരും പ്രശസ്തിക്ക് ഉണ്ടാവേണ്ട കാല, മംഗല്യം നടക്കേണ്ട കാല. എന്തിനാ ഈ കുഴിയില്? മനസ്സിലായില്ല. എന്നോട് പത്ത് കുട്ടികളെ ഉള്ളത് ചെക്കനൊക്കെ പറയുന്നില്ല, അത് ബ്ലൈഡ് കമ്പനിയിൽ അവിടെ പോകുന്നു. ഇവിടെ കോയമ്പത്തൂർ ഐ.ടി കമ്പനിയില്ല. ഇവിടെ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതിന് ഫോൺ ചെയ്യുമ്പോൾ ഒരു മാണി കൊടുത്ത് പറഞ്ഞു ഞാൻ ഫ്രണ്ടുകളാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ അത് മാറ്റിപ്പോ പറഞ്ഞോ. എനിക്കത് ഇഷ്ടമല്ല, നിന്റെ ഭവനത്തിലുള്ള ഉണ്ണികൾക്കും ഇഷ്ടമല്ല. എന്നെ കവച്ചു വെച്ച് നീ എന്തെങ്കിലും പ്രവർത്തിച്ച ഉണ്ണിയെ ഇനി ഞാൻ പറയുന്നില്ല. ഞാൻ നല്ലത് കൂട്ടിച്ചേർക്കുന്ന ആളാ. ഞാൻ എന്നെ പറ്റി എല്ലാ കരുക്കളും മറ്റുള്ള മനുഷ്യ മഹാജനങ്ങൾ പറയും ചാത്തൻ കുഴപ്പക്കാരനാണ്. കുഴപ്പം എങ്ങനെ ഉണ്ടാക്ക? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞ പോലെ ചെയ്യാതെ കണ്ടു വന്നാലേ ഞാൻ കുഴപ്പമുണ്ടാക്കുള്ളൂ. ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞു അത് നല്ലതല്ല. പണം പോയില്ല, അതുകൊണ്ട് ഇതുണ്ട്. അത് ഞാൻ എൻ്റെ അമ്മൻ്റെ അടുത്തും അതാൻ്റെ അടുത്തും പറഞ്ഞു. ആ ചാത്തൻ അതിൻ്റെ അമ്മ ചേരാൻ പറ്റിയ കുടുംബമല്ല, കൂട്ടിച്ചേർക്കാൻ പറ്റിയേ കൂട്ടല്ല എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി നിനക്ക് നിശ്ചയിക്കാം. ആ ഉണ്ണിയുടെ നക്ഷത്രം എന്നറിയോ? നിനക്ക് അറിയില്ല? പേരറിയോ? അറിയില്ല. അത് സമയങ്ങളല്ലേ. പറ ഉണ്ണി. അത് വേണ്ട. ഞാൻ ഇപ്പോഴും പറയണു ആ ബന്ധം നിനക്ക് നല്ലതല്ല. ഇനി നിനക്ക് നിശ്ചയിക്കാം. ഞാൻ വട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വട്ടത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഉണ്ണിയെ ഇത്രേ പറയണുള്ളൂ. നിനക്ക് ഇതിലും നല്ല ബന്ധം, ഇതിലും നല്ല നിന്നെ ഉള്ളം കയ്യിലെ അത്രയും പൊന്നു പോലെ നോക്കുന്നൊരു ഉണ്ണിനെ ഞാൻ കൊണ്ടുതരും. അതധികം വൈകില്ല. അത് വേണോ? അതായത് നിന്റെ ഭവനത്തിലുള്ളവർക്കൊക്കെ ചേർന്ന് പോവാവുന്നതും കുലം ഗോത്രം സമ്പ്രദായത്തോടു കൂടി 4-ാം ഇടത്തിന് പേരോടുകൂടിയുള്ള ഒരു ഉണ്ണിനെ ഞാൻ കൊണ്ടുവന്നു തരും. അത് വേണോ? ഇത് വേണോ? നീ പറഞ്ഞോ. വേണ്ടെന്നേ, ഒന്നും പറയണ്ടെന്ന്. എന്റെ ശീലം ഇങ്ങനെയല്ല ഉണ്ണിയെ, എന്റെ ശീലം ഇങ്ങനെയല്ല. ഞാൻ അച്ഛനോട് കണക്ക് പറഞ്ഞ മോനാ. അച്ഛൻ ജന്മം നൽകിയ കരുക്കൾ 330 ദൈവങ്ങളിലെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് കാര്യം പറഞ്ഞ ഒരേ ഒരു മോൻ ഞാനാ. അതാണ് ഞാൻ ചാത്തൻ, മായക്കാരനാ. ഏത് നേരത്തും ഏത് ഇല്ലത്തുണ്ടാവോ ഇല്ലാവില്ല. ഉണ്ണികളെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഈ കാര്യം കഴിഞ്ഞ് ഞാൻ പോരും. അങ്ങനത്തെ ഒരു മുതലാ ഞാൻ. അപ്പൊ എന്നെ തൊടുമ്പോ നോക്കണം. ഞാൻ നിന്നോട് ഇപ്പോഴും പറഞ്ഞു അത് വേണ്ട. നിന്റെ പിതാവും പറഞ്ഞിട്ടല്ല, അത് നിനക്ക് നല്ലതല്ല. നീ വില്ലും വേല ചെയ്യുന്ന വല്ലിക്കൂലി കൊടുത്തു കാണിട്ട് നിനക്കൊരു പുരുഷനായിട്ടൊരു ഉണ്ണിനെ നിർത്തേണ്ട കാര്യമില്ല. മനസ്സിലാവണ്ട. രണ്ടുപേരും ഒപ്പം വില്ലും വേല ചെയ്ത് കിട്ടുന്ന വല്ലിക്കൂലില് സന്തോഷമായിട്ടൊരു ഭവനം കൊണ്ടുനടക്കണം. ഇല്ലെങ്കിൽ ആൺസന്താനം വില്ലും വേല ചെയ്ത് കൊണ്ടുവരുന്ന 10 വെള്ളിയായാലും അത് ഭവനത്തിൽ കൊണ്ടുവന്ന് സന്തോഷത്തോടെ അന്നം കഴിക്കുന്ന ഒരു ഉണ്ണിയാ, അവനാണ് ഉണ്ണി. മനസ്സിലായില്ല? 2 പെൺസന്താനത്തിന്റെ വില്ലും വേല കഴിഞ്ഞുകൊണ്ട് വല്ലിക്കൂലില് കുടുംബം കഴിക്കുന്ന ഉണ്ണിയല്ല. അതുകൂടാണ്ട് ആ ഉണ്ണിക്ക് നീ മാത്രല്ല, വേറെ ഏതെങ്കിലും ഉണ്ണികളായിട്ട് വല്ല സ്നേഹബന്ധം ഉണ്ടാ? അറിയോ നിനക്ക്? അറിയോ നിനക്ക്? അറിയോ നിനക്ക്? അറിയോ നിനക്ക് എന്നാ ചോദ്യമുള്ളൂ. അത് വിട്ടുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു നീ എന്റെ ദീപം തൊട്ട് ഇന്ന് തൊട്ട് എല്ലാം അവസാനിപ്പിച്ചു. എന്റെ മാതാവും പിതാവും പ്രത്യേകാൽ എന്റെ മാതാവും പിതാവും വിശ്വസിക്കുന്ന ചാത്തൻ എന്ന് നീ പറയുന്ന വാക്കിലേ ഞാൻ നടക്കുള്ളൂ. നീ എനിക്ക് നല്ലത് തരണം എന്നും പറഞ്ഞു നീ പടിയിറങ്ങിക്കൂ. ഇല്ലേ ഉണ്ണി? ഇതിൽ വരുന്ന വരുമ്പലായകളൊക്കെ നീ ഒറ്റയ്ക്ക് എന്നോടോ വെല്ലുവിളിച്ചേ. നീ ഇനി തീർപ്പ് നീ പറഞ്ഞു. അല്ല, അത് ഉണ്ണിയുടെ പ്രായത്തിന്റെ ഇല്ല ഉണ്ണി. അതിലും അപ്പുറത്ത് വേറെ
ആൺസന്താനില്ല എന്ന് ചിന്ത, അത് ഈ പ്രായക്കാർക്ക് തോന്നുന്നൊരു ദിക്കിയ. മനസ്സിലായില്ല? മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ലേ? ചെറുപ്പുള്ളിയല്ല, അതുകൊണ്ട് അല്ലേ? പിന്നിൽ നിൽക്കണു അല്ലേ? ആ, അനുഭവം ഉള്ള ഉണ്ണികളുണ്ട് ഇവിടെ അല്ലേ ഉണ്ണിയെ? ആ, ഞങ്ങൾ വിട്ടോ. കുറച്ച് നാളുകളിലുള്ള ഒരു വിഷമല്ലേ ഉള്ളൂ. ഞങ്ങൾ വിട്, ഒഴിവാക്കി വിടും. ആള് കുറെ നാളെ കൊണ്ടുവരുന്നല്ലേ. ആ, കാലം കുറച്ചായില്ലേ ഉണ്ണി? അപ്പൊ മനസ്സിൽ നിന്ന് പറിക്കാൻ പറ്റില്ലേ? പക്ഷേ അതായത് ഒരു ചെടിയായാലും നടുമ്പോ അത് മണ്ണിന് അനുയോജ്യമായിട്ടാണോ, വെള്ളം കൊടുത്താൽ അത് ഫലഭൂഷ്ടമായിട്ടുള്ള വിഭവം തരുമെന്ന് നോക്കിയിട്ട് വേണം ഒരു ചെടി നടാൻ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയത് ഇതൊരു കാര്യം ഒഴിച്ച് ബാക്കി നിങ്ങൾ എന്ത് ചെയ്തോളെന്നാണ് പറഞ്ഞത്. ആ, ഞാനിപ്പോ എന്താ പറഞ്ഞു ഉണ്ണിയോട്? അത് നല്ലതല്ല. അത് ഉണ്ണിക്ക് മനസ്സിലാവണമെങ്കിൽ ഉണ്ണിയുടെ സ്ഥാനത്ത് വരണം ഈ ഉണ്ണി. അതേറെ കുറച്ച് കാലം കഴിയുമ്പോൾ അന്ന് മനസ്സിലാവും. എന്റെ പിതാവും മാതാവും പറഞ്ഞതായിരുന്നു ശരി. മനസ്സിലായില്ല? ഇതുപോലല്ലേ ഒരു ഉണ്ണി ഇവിടെ വന്ന് ഇപ്പൊ 2 സന്താനങ്ങളായി. അല്ലേ? അതിൽ നിന്ന് ഒഴിവാക്കി തരാനാ പറയണേ. മനസ്സിലായില്ല? ഓർമ്മയുണ്ടോ ഉണ്ണി? 2 സന്താനങ്ങളായി. ഒന്ന് ഒഴിവാക്കി തരൂ. നല്ലതുണ്ടല്ല, അത് വിട്ടോ. നമ്മള് അത് മോള് കണ്ണീർ കണ്ടു വരും. വേറെ പെണ്ണിന്റെ ലോകത്ത് കഴിച്ച് നടക്കുന്നു. അത് തന്നെയല്ലേ ഉണ്ണി വില്ലും വേല ചെയ്യുന്ന പല്ലിക്കൂലി കൊണ്ട് തങ്ങിപ്പാർക്കാൻ. അങ്ങനെ ഒരു ഉണ്ണിനെന്തിനാ? അപ്പൊ തന്നെ ആലോചിച്ചൂടെ? ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായത് കൊണ്ടല്ലേ പറഞ്ഞ. മനസ്സിലായില്ല? ആൺസന്താനങ്ങൾക്ക് പെൺസന്താനങ്ങൾ വസ്ത്രാദികളൊക്കെ വിശേഷാൽ ദിവസങ്ങളിൽ വാങ്ങിക്കൊടുക്കാം, എന്തെങ്കിലും പൊരുളൊക്കെ. അല്ലാണ്ട് 30 നാൾ കൂടുമ്പോൾ നീ വില്ലും വേല ചെയ്യുന്നതിന്റെ പല്ലിക്കൂലിയുടെ പകുതി ആ ഉണ്ണിക്ക് അനുഭവം പറ്റണമെങ്കിൽ അതെങ്ങനെ ആവണം? മനസ്സിലായില്ല? കണ്ടത്തിൽ മിന്നു കയറിയിട്ട് വേണം, അല്ലാതെ കണ്ടല്ല. ഇതൊക്കെ അറിയാവുന്ന ഒരു കരുവ ഉണ്ണിയാ ഞാൻ. ഏറെ കാലം എൻ്റെ തമ്പുരാൻ്റെ ഇല്ലത്ത് ഞാൻ ഇരുന്നതല്ലേ, എനിക്കറിയാം. എൻ്റെ പണിക്കരയില്ലത്തും ഇവിടെ ഞാൻ ഇരിക്കുന്നത് ഒരേ ശേബയിലും ഒരേ രൂപത്തിലും ഭാവത്തിലാ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, എന്റെ വാക്ക് തെറ്റിച്ച് നീ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ണിയെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രവർത്തിച്ചാൽ ഇതിനൊക്കെ നീ നിശ്ചയിച്ചു. വെള്ളി പറയാ, ഉണ്ണിയോട് വേറെ വെള്ളി പറയാ. അപ്പൊ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ആ മണ്ണി വിറ്റാലും കിട്ടും വെള്ളി, കയറ്റി വെക്കുന്ന വെള്ളിയും അവർക്ക് കിട്ടും. അങ്ങനെ കയറ്റി വെച്ച് വെള്ളി വാങ്ങണ്ട. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിട്ട് എന്റെ പരിധി വിട്ട് നീ ചാടിയാൽ ഞാനും എന്റെ പോത്തായിട്ട് നിന്റെ കൂടെ ഉണ്ട് ഇന്ന് തൊട്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഈ ഉണ്ണിയുടെ സ്ഥാനത്ത് വരുമ്പോഴാ ഉണ്ണി ആ നേരത്ത് നിന്ന് അനുഭവിച്ചതിന്റെ വേദന മനസ്സിലാവണം എന്ന് പറഞ്ഞത്. അത് ഞാൻ നടത്തി തരില്ല ഉണ്ണിയെ. ഇപ്പോഴും നിന്നോട് അത് തന്നെ പറഞ്ഞേ. നീ അതിനു വേണ്ടി എന്റെ തിരുമുമ്പിൽ ഇന്ന് കണ്ണീര് പൊഴിച്ചിട്ട് കാര്യമില്ല. ഞാനത് നിനക്ക് നടത്തി തരില്ല. ഞാൻ എന്തെങ്കിലും വേണ്ട എന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നടത്തി തരില്ല. നീ എവിടെയൊക്കെ പോയിട്ട് കർമ്മം പ്രവർത്തിച്ചാലും നടത്തി തരില്ല. അത് കൂട്ടിക്കെട്ടി ഞാൻ തരില്ല. അതിനെന്തെങ്കിലും വഴി ഞാൻ ഉണ്ടാക്കി തരും. അത് നീ നിശ്ചയിച്ചിട്ട് ഇറങ്ങിക്കോ. അച്ഛൻ്റെ പേര് മാതാവിന്റെ പേര് പറ.
ചേരമാന്റെ ആസ്ഥാനത്തിൽ എടുത്തു വെക്കും. അവിടെ ചെന്നിട്ട് ഭവനത്തിൽ എത്ര പേരുണ്ട് അവരുടെ പേരിലൊക്കെ അയ്യൻ്റെ യാസിനെ ഒതിച്ചേക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായി എനിക്ക്? ആ കബർ കണ്ടിട്ടുണ്ടാ നീ? അവിടുത്തെ ആ ഇല്ലം കണ്ടിട്ടുണ്ടാ? ആദ്യമായിട്ട് ഈ മലയാള മണ്ണിലുണ്ടായ ഒരേ ഒരു ഇല്ലാണ് എൻ്റെ ചേരമാന്റെ ആസ്ഥാനം. നിന്റെ കൊലക്കാരെ എവിടെ പോയിട്ട് എന്ത് കർമ്മം പ്രവർത്തിച്ചാലും അവിടെ തീരാത്ത ദോഷങ്ങളില്ല. എൻ്റെ ഒടപ്പുറന്നോട് കാലിയുടെ തെക്ക് ഭാഗം അങ്ങനെ ഒരു കൂട്ടുകെട്ട് ചങ്ങാത്തം കൂടി ഉണ്ട് അവിടെ. മനസ്സിലാവണം. ഇന്ന് പോയി കണ്ടു നോക്കും. അതകത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതാ ഉണ്ണിക്ക് കൊടുക്കാനുള്ളതല്ലേ? ആ പുഷ്പം കളഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. ഇതിവിടെ വെച്ചോ, കർമ്മത്തിൽ ഇരുന്നോട്ടെ. പുഷ്പം കളഞ്ഞിട്ട് വേണം അങ്ങോട്ട് കൊടുക്കാൻ. അതെ, ഈ തകിട് ആണ്ടിൽ കൊടുക്കുക. അതങ്ങോട്ട് കൊടുത്തോണ്ട് ഞാൻ വിജയിപ്പിച്ച് തന്നാൽ പോരെ. സമയം മാറിയിട്ടുണ്ട് ഉണ്ണി സന്താനത്തിന്റെ. ഉണർന്ന നക്ഷത്ര എന്ത് ആരോട് പറഞ്ഞാലും സൗമ്യമായിട്ട് പറയാനും പറയുന്ന ഉണ്ണികൾ, അതുപോലെ അനുസരിക്കാനും കീഴെ നിൽക്കുന്ന ഉണ്ണികൾ, അതുപോലെ മതനുണ്ടാവാനും മേലെ ഇരിക്കുന്നതായ ആ ഉണ്ണികളെ കാണാനും അവരോട് എന്ത് പറഞ്ഞാലും അതും അനുസരിക്കാനും അതുപോലെ ദൃഢതയോടെ ചെയ്യാനും കഴിവുള്ള ഒരു ഉണ്ണിയാണ്. ഉണ്ണികൾ കാണുന്ന ഉണ്ണിയല്ല. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഇതങ്ങോട്ട് കൊടുത്തോ നീ. ശനി തീർന്നു. ശനി ഉണ്ടായിരുന്നു. സമയം പൊക്കോ ഞാനുണ്ട്. പിന്നെ നിന്റെ കുലക്കാരുടെ ചില ദോഷങ്ങൾ വന്നതാ. അതിനാണ് ഇപ്പൊ ഞാൻ പ്രവർത്തിച്ചു തരണം. ഇത് വേഗം കൊണ്ടു കൊടുത്തോ. ആ നാമോദയം പറയുന്നു. ആ ഇത് കൊടുത്തോ. അതിന്റെ പേരൊന്നും എഴുതി കൊടുത്തു. സ്ഥാപനത്തിന്റെ സമയം നക്ഷത്രം മാറിയിട്ടുണ്ട്. പൂയ ദേശത്ത് ശൂലക്കാരന്റെ ആസ്ഥാനത്ത് എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ണിയുടെ പേരിൽ ഒരിളനീര് എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങരുത്. ഉണ്ണി ആരുടെ കയ്യിലെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്ക. ഉണ്ണിക്ക് പോകാൻ പറ്റും. അല്ല, ആ ഒരു കൊച്ചിനും കൊണ്ട് ഇങ്ങോട്ട് വന്നു നടക്കണ്ടേ? കൊച്ചിനെ മാറ്റി നിർത്തി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിർത്തിക്കുന്നു. പൂജ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിപ്പോൾ കൊച്ചിനെ രാത്രി വൈകിട്ട് കൂട്ടിങ്ങിട്ട് കൊണ്ടുവന്നു. ഇവർ വിളിക്കാണ്ട് തന്നെ. അതിനുശേഷം പോയി. ഇപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. അത് ഞാൻ തന്നെയല്ല നിശ്ചയിക്കണേ. ടെൻഷടിക്കണ്ട. ത്രിസന്ധ്യ നേരത്തല്ലേ കൊണ്ടുവന്നേ. എൻ്റെ അച്ഛൻ്റെ അത്താഴനും എൻ്റെ പണിക്കരും ഇവിടെയും ഞാൻ അന്നം കഴിക്കുന്ന നേരത്ത് ഉണ്ണിപ്പൊക്കോ ഞാനതിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാനതിന് എന്തെങ്കിലും വല വച്ചിട്ടുണ്ടെങ്കിൽ ആ വല പൊട്ടിച്ച് പോകാൻ പറ്റിയ കരുക്കളൊന്നും ഇല്ല. എനിക്കൊരു ചെറിയ ശീലമുണ്ട്. നിങ്ങളെന്നെ ഉമ്മുമ്മച്ചാത്തനായിട്ട് കാണുന്നു, ഞാൻ മായക്കാരനായിട്ട് വേറെ ഇല്ലത്തിരിക്കുന്നു. നീ പൊക്കോ, ഞാനുണ്ട്.
ആവലാതിപ്പെടണ്ടെന്ന് പറയും, ഞാനുണ്ട് കൂടെ എന്ന് പറയും. 5 നേരത്തെ ആ തടുക്ക പായല കർമ്മം കൊടുക്കരുതെന്ന് പറയാ. നിന്റെ നിങ്ങൾ പോകുന്നതായ ആ കബറുള്ളതായ ഉണ്ണിസന്താനങ്ങളുടെ ആസ്ഥാനത്ത് ആ വെള്ളിയാഴ്ച പോക്ക് മുടക്കാതിരിക്കുക. അതുപോലെ തന്നെ 5 നേരത്തിനില്ലെങ്കിലും 3 നേരമെങ്കിലും ആ തടുക്ക പായല കർമ്മം മുടക്കരുതെന്ന് പറയാ. മനസ്സിലാവണ്ട, ഞാൻ കൂടെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുന്നെന്ന് പറയാ. ആ ഉണ്ണിസന്താനത്തിന്റെ ഭവനത്തിൽ ഇനി കയറ്റി നിർത്തല്ലേ വേണ്ടു, ഞാൻ ചെയ്തേക്കാം. ഉണ്ണിയുടെ പേരിൽ പൂയ നക്ഷത്ര സമയം നല്ലതാ കേട്ടാ. ശനി ഉണ്ടായിരുന്നു, ശനിയൊക്കെ പോയി. ഇപ്പൊ സമയം നല്ലതാണ് ഇവിടെ. അപ്പൊ വെള്ളി പ്രസാദിക്കാനും എന്റെ ജാതകം കുറിച്ച് ചൂലക്കാരൻ എന്റെ ജാതകത്തിലുണ്ടായ ദോഷങ്ങളൊക്കെ തീർത്ത് എനിക്ക് ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചൊവ്വാഴ്ച അങ്ങേരുടെ ദിവസം. അപ്പൊ അത് കാളിയുടെയും കൂടി ദിവസം. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും നീ ഒരു ഇളനീര് കൊണ്ടുപോയിട്ട് നീ അവിടെ കൊണ്ടു കൊടുത്തു. 6 കടന്ന് പോണെന്ന് വല്ല നിശ്ചയണ്ട. ആ ഉണ്ണി ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിശ്ചയണ്ട. പൊക്കോളാൻ പറ. നീ അതിനു വേണ്ടി ഒരുക്കപ്പാടുകളൊക്കെ ഒരുക്കി വെച്ചോ. അത് കഴിഞ്ഞിട്ട് മതി മംഗല്യം. ആവട്ടെ, കർമ്മ ഉണ്ടായാലേ ഉണ്ണിയുടെ പണ്ടത്തെ ഉണ്ണി സന്താനത്തില് 18-16 വയസ്സുള്ള മംഗല്യല്ലേ ഇപ്പോ. മനസ്സിലായില്ല? മനസ്സിലായ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഉണ്ണിസന്താനങ്ങൾക്ക് അതിനടുത്ത വിദ്യ ഉണ്ട്, അതിനടുത്ത കർമ്മുണ്ട്. ഉണ്ണിസന്താനത്തിനോട് 6 കടന്ന് പൊക്കളാൻ പറയും. മനസ്സിലായി? മണലാരണ്യം വേണ്ട, മണലാരണ്യം എനിക്ക് ഇഷ്ടമല്ല. ആ ഉണ്ണിനെ ഞാൻ വേറെ ഇല്ലത്തേക്ക് നിശ്ചയിച്ചേക്കണേ. ഇറങ്ങിക്കോളാൻ പറയും. അതിനുള്ള കഴിവും പ്രാപ്തി ഉണ്ടെന്നേ. എന്താ വേണ്ടേ നിനക്ക്? മഞ്ഞും മഴ മാരിയുള്ള ദിക്കിലേക്ക് പറഞ്ഞയച്ചേക്കാം. അതാ എനിക്ക് കൂടുതൽ പ്രിയം. നോക്കി നിൽക്കണം ഞാൻ. ആ ഉണ്ണയോടൊന്ന് ചോദിക്കി രഹസ്യമായിട്ട്. നക്ഷത്രം പുണർന്നാണ്. ദേശം വിട്ട് ദേശം മാറി നിൽക്കണം. ഇനി അതിന്റെ മുകളിലേക്കല്ലേ വേണ്ടു? ഇത്രല്ലേ വേണ്ടു? നീ എൻ്റെ അടുത്ത് വന്നപ്പോ അത് നടക്കില്ല എന്ന് പറഞ്ഞതല്ലേ? നടക്കില്ല എന്ന് പറഞ്ഞല്ലേ? നീ എന്താ പറഞ്ഞു? എന്റെ കയ്യിൽ ഒന്നുമില്ല, തട്ടിപ്പൊളിച്ച് പണിയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു? ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? കണക്ക് തീർത്ത് നീ വെച്ചോ, ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞു. ഇപ്പൊ മേൽക്കൂര മേഞ്ഞു, വെള്ളം ഉള്ളിൽ വീഴില്ല. പുറത്തല്ലേ വീഴുള്ളൂ. ആണ് മേൽക്കൂര മേഞ്ഞു എന്ന് വെച്ചത്. അല്ല, ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യും. നീ എന്താ പറഞ്ഞേ? ഇങ്ങനെ കാണിച്ചേ എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ലേ? ഇപ്പൊ അത് വെട്ടിപ്പണിയാൻ എവിടുന്ന് വെള്ളി വന്നേ നിനക്ക്? നിനക്കറിയില്ല, എനിക്കറിയാം. നീ എന്റെ കയ്യിൽ 2 കൈപ്പാദം മരത്തി കാണിച്ചല്ലേ? ഇതൊന്നും പണിയാൻ എന്റെ കയ്യിൽ 5 വെള്ളി പോലില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നല്ലേ ചോദിച്ചേ? നിന്റെ സമയം നല്ലതാ, വ്യാഴം ബലവാനായിട്ട് നിൽക്കും. ഇപ്പൊ ഗ്രഹം ഉണ്ടാവണം, അതാ സമയം. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു. നീ വെട്ടിപ്പണതോ നിനക്കുള്ള വെള്ളി ഞാൻ കൊണ്ടുവന്ന് തരും. എവിടുന്ന വരുന്നത് ഇന്ന് നോക്കണ്ട, അത് ഞാനല്ലേ പറഞ്ഞു. ഏത് വെട്ടി പത്തായാലും നിനക്ക് തുറന്ന് വെള്ളി തരും. ഇനി ചെത്തിമിനിക്ക് തരില്ലേ വേണ്ടു? ചിങ്ങപ്പുലരിക്ക് നിന്നെ ഞാൻ അതിനകത്ത് കയറ്റി തരാം. ചിങ്ങപ്പുലരി മനസ്സിലാവണ്ട? എല്ലാ ഭൂമി മലയാളത്തിലെല്ലാ ഉണ്ണിസന്താനങ്ങളും ആ ചിങ്ങപ്പുലരിയിലെ ആ തിരുവോണ നാളില് അന്നം കഴിക്കുമ്പോ നീ ആ ഭവനത്തിനകത്തിരുന്ന് അന്നം കഴിക്കും. അതെന്റെ വാക്കാ. പൊക്കോ. പിന്നെന്താ വേണ്ടേ? നീ പൊക്കോ, അത് ഞാൻ തരും. ആരും പിടിച്ചു നിർത്തില്ല നിന്നെ വെള്ളി തരാൻ പറഞ്ഞിട്ട്. ഇല്ലില്ല, മതി. ഈ കിട്ടിയത് നിനക്ക് അവിടെ നിന്ന് ഓർമ്മയില്ല. ഈ വന്ന വെള്ളി ഇത്രയൊക്കെ ആക്കിക്കുട്ടിയാണ് വന്ന വെള്ളി അവിടെ നിന്ന് നിനക്ക് ഓർമ്മയില്ല. അതാണ് എന്റെ മായക്കളി. ഇറങ്ങിക്കോ നീ. ചിങ്ങപ്പുലരി ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അന്ന് ആ ക്ഷീരം കാച്ചി എല്ലാ ഭൂമി മലയാളത്തിലെ എല്ലാ ഉണ്ണിസന്താനങ്ങളും ഏത് ദിക്കിലിരുന്നാലും തിരുവോണ നാളില് അന്നം കഴിക്കുമ്പോൾ നീയാ ഭവനത്തിനകത്തിരുന്ന് അന്നം കഴിക്കും. അതെന്റെ വാക്കാ.
ഇറങ്ങിക്കോ. നടക്കും മുന്നേ, സമയം നല്ലതാണ്. വെള്ളി വന്നത് അറിഞ്ഞിട്ടില്ല, ഒരു ഉണ്ണികളും പിടിച്ചു നിർത്തില്ല, എങ്ങോട്ട് തരാൻ പറഞ്ഞു തന്നില്ല. പിന്നെന്താ അതിലും അപ്പുറത്തെന്താ വേണ്ട? അത്രയും മേഞ്ഞ കൂട്ടണമെങ്കിൽ വെള്ളിയൊന്നും വേണ്ടേ? ഇപ്പൊ മനസ്സിലായ? ആ ഉണ്ട് ഉണ്ട്. ആ ഇറങ്ങ നീ. പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരവിടെ പോകരുത്. ആൻസന്താനല്ലേ? അതങ്ങോട്ട് പൊക്കോട്ടെ ഉണ്ണേ, മനസ്സിലായില്ല? നിങ്ങൾ പിടിച്ചു നിർത്തിയാൽ നിൽക്കോ? അതങ്ങോട്ട് പൊക്കോട്ടെ, മനസ്സിലായില്ല? ഇത്രയും കാലം നോക്കി പരിപാലിച്ചു, അത്രേ വേണ്ടു, മനസ്സിലായില്ല? ഇതാ വഴിക്ക് പൊക്കോ. നാളെ ഒരു ചോദ്യചിഹ്നമായിട്ട് ചോദിച്ചാൽ ഉത്തരം എന്താ പറയാൻ? അമ്മോട് പറഞ്ഞു ഈ കാര്യം. അല്ല, അത് ഇത്രയും കാലം പോറ്റി വളർത്തിയല്ലേ, അതുകൊണ്ടാ. അതങ്ങോട്ട് പൊക്കോട്ടെ, തീർന്നില്ലേ? നല്ലതായാലും പൊട്ടയാലും അവരനുഭവിച്ചോട്ടെ, നിനക്ക് എന്താ കുഴപ്പം? നിന്റെ മാതാവിനും കുഴപ്പമില്ല. ഒന്ന് മനസ്സിലാക്കി കൊടുത്തേക്കാം ഞാനിന്ന് നീ പറഞ്ഞ കാര്യം കേട്ടോ. തകടൊന്നുണ്ടേ അതെപ്പോഴും കയ്യിലുണ്ടാവും. അതെനിക്ക് മനസ്സിലായി. അതൊന്ന് കാറ്റുമാറ്റി കളഞ്ഞിട്ട് വേണ്ട ഇതിലേക്ക് ഇറങ്ങാൻ. നിനക്ക് ചിങ്ങപ്പുലരിയാകുമ്പോഴേക്കും തരാം, അപ്പോഴേക്കും എന്റെ നക്ഷത്രം ഒന്നും മാറും. പോക്കോ, ഇതിനൊന്നും പറയണ്ടായതാ. അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോട്ടെ ഉണ്ണിയെ, മനസ്സിലായില്ല? അതിന് ഉണ്ണികളായിട്ട് അതിന് തടസ്സം നിന്ന് ഇനി വരുന്ന എല്ലാ അനർത്ഥങ്ങളും ഉണ്ണികൾ വഹിച്ചേക്കണം. ഇറങ്ങി അതിൽ കിടന്നിട്ട് കാര്യമില്ല. ഇനി ഒന്നും കൂടി വീണ അതിൽ കിടന്ന് വീണോന്ന് ഇറങ്ങിക്കോട്ടെ, ഇറങ്ങിക്കോ. അവിടെ പകുതി തകിടില്ലേ എപ്പോഴും ചെയ്തു. ആ ചോദിച്ചത് നല്ല പണി ശാരീരിക നഷ്ടങ്ങൾ ഭയങ്കര വരുന്നുണ്ട്. തകിട് കൊടുക്കണ്ടായിരുന്നു, കുറച്ച് കുറഞ്ഞു. തകിട് ചെയ്തിട്ട് തകിട് എടുത്തോ, മാറ്റിക്കാം. വേറെ കൊടുക്കും. ആ പൂമ്പഴിക്ക് നെറ്റിലിട്ടോ. നാമോദയം പറയും. ശൈല നക്ഷത്രം കിട്ടുന്നു. ആയില്ല, ശ്രദ്ധിച്ചോളൂ. തകിട് രണ്ടു സ്ഥലത്തും പോയി കേട്ടാ. ഇത് നടുഭാഗത്തേക്ക് വെച്ചു. തകിട് കിടക്കണം. നടുഭാഗത്തേക്ക് കണ്ടലിന്റെ ഭാഗത്തേക്ക് വെച്ചു. ഇല്ലല്ലേ? കാളിയോടും കൂടി പറഞ്ഞിറങ്ങിക്കോ. ഞാൻ എന്താ പറഞ്ഞു?
ചുരുക്കി പറഞ്ഞു മുന്നിലെ സമയം മാറ്റി എന്റെ ഉണ്ണിയാ അങ്ങനെ നീ മറ്റുള്ള ആലയങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ പ്രകാരം പൂജാതി കർമ്മം ചെയ്യുന്നതുകൊണ്ടാ നീ വീഴാണ്ടിരിക്കണേന്ന് മനസ്സിലായ വീണ് കിടക്കേണ്ട സമയം അതുകൊണ്ടാണ് വീഴാണ്ട് കിടക്കുന്നുണ്ട്. ഞാൻ നിനക്കൊരു ബലമായിട്ട് നിൽക്കുന്നുണ്ട്, മനസ്സിലായി. കർമ്മം ഞാൻ നന്നേക്കാം. ഒരു കറുത്തതിനും കൂടെ ഇങ്ങോട്ട് പോട്ടെ, അപ്പൊ നിന്റെ തിരുവോണം ഇങ്ങോട്ട് മാറും, നക്ഷത്രം മാറണം. അതിന് ശൂലക്കാരന്റെ ആസ്ഥാനത്തിന് മുറുക്കെ പിടിച്ചു. ഫോണിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ക്ഷീരം അല്ലെങ്കിൽ ഒരു ഇളനീര് ശരീരം മുഴുവൻ അങ്ങോട്ട് കൊടുക്കാം. ആടുന്നത് കണ്ടേക്കണം, മനസ്സിലായില്ല. അങ്ങനെ കുളിക്കുന്നത് കണ്ടേക്കണം. ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ണി കൊണ്ടുവന്ന് ഞാൻ നീരാട് കഴിക്കില്ല, മനസ്സിലായി. ആയിക്കോട്ടെ, അത് തെടമ്പല്ലേ, മനസ്സിലായില്ല. അത് തെടമ്പല്ലേ. ഇങ്ങനെ സർവാഭരണ വിഭൂഷണായിരിക്കുമ്പോ അവിടെ നീരൊഴിക്കാൻ പറ്റില്ല. അപ്പൊ തെടമ്പുമ്പില സങ്കല്പം. അപ്പൊ അതിന് തെറ്റില്ല, മനസ്സിലായില്ല. അത് ഉത്സവാദി ചടങ്ങുകൾക്ക് കോലത്തിൽ പുറത്തെഴുന്നള്ളിക്കുന്ന തെടമ്പ്. അപ്പൊ അതിന് തെറ്റില്ല. കർമ്മിക്ക് നിന്റെ നീരവിടെ കിട്ടിയാൽ മതി അങ്ങേർക്ക്, മനസ്സിലായില്ല. ആ സകല ദോഷങ്ങളും മുഴിഞ്ഞ് അങ്ങോട്ട് കൊടുത്തില്ല. ഞാൻ തീർപ്പുണ്ടാക്കി തരാം കേട്ടോ. ഇറങ്ങിക്കോ, കർക്കിടകമാവാൻ നിൽക്കണ്ട. ആ ഭവനത്തിന്റെ ചില കുഴപ്പങ്ങളുണ്ട്, അത് പിന്നെ ഉണ്ണികളുടെ അല്ലല്ലോ. എന്തോരം വെള്ളി കൊണ്ടുവച്ചാലും നിൽക്കില്ല. സമാധാനം ഉണ്ടാവില്ല. ഒന്ന് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പിടിച്ചു, അവിടെ നിന്ന് കുറച്ച് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പിടിച്ച് ഞാൻ തരാം. അപ്പോൾ ആ ഭവനം കൂടി മാറിക്കഴിഞ്ഞാൽ ഉണ്ണിയുള്ള ദശാന്തി മാറി. അപ്പോൾ കർമ്മങ്ങൾക്ക് മാറ്റങ്ങൾ വരും, കർമ്മസ്ഥാനങ്ങൾ ഉണ്ടാവും. ഇപ്പൊക്കോ ഇടാ. ആയിരം അവരുടെ നക്ഷത്രം ഉണ്ണി, നിന്റെ നക്ഷത്രത്തിൽ ചെയ്യണ്ട. ഇറങ്ങി കതിൽ കിടന്നിട്ട് കാര്യമില്ല. ഇനി ഒന്നും കൂടി വീണ അതിൽ കിടന്ന് വീണോന്ന് ഇറങ്ങിക്കോട്ടെ, ഇറങ്ങിക്കോ. അവിടെ അല്ലാന്നൊരു ജോലിയുടെ കാര്യം പറഞ്ഞാൽ ശരിയായിരുന്നു. ശരിയായില്ല. നക്ഷത്രത്തിൽ ഇപ്പോഴത്തെ ആൾക്കാർ ആളുടെ കൂടെ തന്നെ നിൽക്കുക. അത് സമയത്തിൻ്റെ ജോലി തരാമെന്ന് പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് നടത്തിക്കോളാൻ പറഞ്ഞല്ലോ. ഒരു മാസം കൂടി ആളുടെ കൂടെ നിൽക്കും. അതെ, തിരക്കിടാൻ പോയിട്ട് ഞാൻ തരാം. അല്ല, അതായത് ആൾക്കൊരു അതൊക്കെ പ്രശ്നമുണ്ട് സ്വന്തമായിട്ട്. ആള് പറഞ്ഞാൽ ആളുടെ പണികളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട, ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ആ ജോലി ഏറ്റെടുത്ത് നടത്തിക്കോളാം. ഇതൊന്ന് ഒഴിഞ്ഞ് അവിടെ ഇട്ടോ. ഒരു 11 പ്രാവശ്യം അവിടെ നിന്ന് ഒഴിഞ്ഞു ഇടാം. സമയം നല്ലതാ. അതൊക്കെ എഴുതി തന്നു. ഒന്നുകൂടി എഴുതുന്നു. മകൻ്റെ പേരും നക്ഷത്രം. ഭരണി നക്ഷത്ര സമയം നല്ലതാ, പേടിക്കണ്ട. ഇപ്പം ആളെന്താ ചെയ്യണേ? ആളുടെ എത്ര മടങ്ങ് കയറി പോകുന്ന കാര്യങ്ങൾ
ഞാനെന്ന് കൊണ്ടുപോയി ഞാനെന്ന് കൊണ്ടുപോയി ഇനി എന്ന് വരാൻ പറയാം ഉന്നോടൊപ്പം. ഞാൻ ഉന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് തീർപ്പാക്കാം. എന്നിട്ട് നമ്മൾ ചൊവ്വാഴ്ച വരാൻ പറയട്ടാ. അത് പോവാണ്ട് ഞാൻ നോക്കാം. ചൊവ്വാഴ്ച വരാൻ പറയാം. ഏറെ മോഹിച്ചതല്ല. ഏറെ മോഹിച്ചതല്ല, പോവാണ്ട് ഞാൻ നോക്കാം. അല്ല ഉണ്ണിയെ ഉണ്ണി വിളിച്ചാ പോരുന്ന ഞാൻ വിളിച്ചിറക്കി കൊണ്ടുതരാം. വീടുള്ള കാര്യം നീ നോക്കണ്ട. അതന്നെയാ പറഞ്ഞു. നീ പറഞ്ഞ വാക്കിന് എനിക്കും പറയാം. ചിലതൊക്കെ ഞാൻ അങ്ങനെ, ചിലത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ആ പെൺസന്താനത്തിന്റെ മനസ്സ് മാറില്ല, അതിനെപ്പറ്റി പേടിക്കുന്നുണ്ട്. അതന്നെ പറഞ്ഞു. ആ ഉന്നോട് വരാൻ പറ്റും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. നിന്റെ മുകളിൽ തന്നെ എന്തായി കാര്യം കുറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ മാസം അതായിരിക്കും ഛർദ്ദിക്കൽ കൂടുതലാണ്. ബിസിനസ്സിൽ പുരോഗതിയുണ്ട്. പക്ഷേ കിട്ടുന്ന ബിസിനസ്സിന് കിട്ടുന്ന പൈസ ആശുപത്രിയിൽ എണ്ണം പൂജിച്ചു കൊടുക്കും. വേണ്ട, അത് തിളപ്പിച്ച നീര് മതി. അത് പറ്റൂ. അന്നം പൂജിച്ചു തരാം, അത് തിളപ്പിച്ച നീര് മതി. പറ്റൂ. നീതുള്ള ഉണ്ണികൾക്കൊക്കെ ഇത് കൊടുക്കരുത്, അത് പറ്റില്ല. ഇതാവും ഇങ്ങനെ സങ്കല്പിച്ച് ഞാൻ മുന്നിട്ടിതായതിൻ്റെ സകല ദോഷങ്ങളും തീരുന്നെന്നും പറഞ്ഞ് മുന്നോട്ട് ഇട്ടോളം പറഞ്ഞു. അതിന് ഇത്തിരി അന്നം പൂജിച്ച് കൊടുത്ത് ഞാൻ വഴി ഉണ്ടാക്കിത്തരാം. അത് തിളപ്പിച്ച് ആ നീര് 2-3 പ്രാവശ്യമായിട്ട് കൊടുക്കാവുന്ന. അല്ല, ഇത് അച്ഛനും കൂടി ചിന്തിക്കേണ്ട കാര്യം. മനസ്സിലായില്ല? എനിക്കതിനൊരു ഇടനില നിൽക്കാനും പറ്റില്ല. നീക്കുള്ള കാര്യങ്ങൾ ഞാൻ അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ 7 കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ. ആ മാതാവ് മണ്ണിലേക്ക് പോകുന്ന വരെ ഉണ്ടാവും. മണ്ണിൽ പോയാലേ ഈ ശല്യം തീരുള്ളൂ. മനസ്സിലായില്ല? ആ മാതാവ് കുഴപ്പക്കാരന് ഞാൻ വന്ന കാലത്തേ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞതൊന്നല്ല. ഒന്ന് ഇറങ്ങിക്കോ. ഞാൻ തീർപ്പുണ്ട്. ഇതിനോട് വന്നിട്ടുണ്ടോ? പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. പറയും ഇവരവിടെ പോകരുത്. ആൺസന്താനല്ലേ? അതങ്ങോട്ട് പൊക്കോട്ടെ ഉണ്ണിയെ. മനസ്സിലായില്ല? നിങ്ങൾ പിടിച്ചു നിർത്തിയാൽ നിൽക്കൂ. അതങ്ങോട്ട് പൊക്കോട്ടെ. മനസ്സിലായില്ല? ഇത്രയും കാലം നോക്കി പരിപാലിച്ചു, അത്രേ വേണ്ടൂ. മനസ്സിലായില്ല? ഇതാ വഴിക്ക് പൊക്കൂ. നാളെ ഒരു ചോദ്യചിഹ്നമായിട്ട് ചോദിച്ചാൽ ഉത്തരം എന്താ പറയാൻ? അമ്മോട് പറഞ്ഞു ഈ കാര്യം. അല്ല, അത് ഇത്രയും കാലം പോറ്റി വളർത്തിയല്ലേ, അതുകൊണ്ടാ. അതങ്ങോട്ട് പൊക്കോട്ടെ. തീർന്നില്ലേ? നല്ലതായാലും പൊട്ടയാലും അവരനുഭവിച്ചോട്ടെ. നിനക്ക് എന്താ കുഴപ്പം? നിന്റെ മാതാവിനും കുഴപ്പമില്ല.
ആ ഒന്ന് മനസ്സിലാക്കി കൊടുത്തേക്കാം ഞാനിന്ന് നീ പറഞ്ഞ കാര്യം കേട്ടോ. സ്വാമി എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തകിടുന്നുണ്ട് അതെപ്പോഴും കയ്യിലുണ്ടാവും. അതെനിക്ക് മനസ്സിലായി. അതൊന്ന് തേച്ചമാറ്റി കളഞ്ഞിട്ട് വേണ്ട ഇതിലേക്ക് ഇറങ്ങാൻ. നിനക്ക് ചിങ്ങപ്പുലരിയാകുമ്പോഴേക്കും തരാം. അപ്പോഴേക്കും എന്റെ നക്ഷത്രം ഒന്നും മാറും. പോക്കോ ഇതിനെ ഒന്നും പറയണ്ടായതാ. അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചോട്ട ഉണ്ണിയെ മനസ്സിലായില്ല. അതിന് ഉണ്ണികളായിട്ട് അതിന് തടസ്സം നിന്ന് ഇനി വരുന്ന എല്ലാ അനർത്ഥങ്ങളും ഉണ്ണികൾ വഹിച്ചേക്കണം.